പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ്. നമ്മൾ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ നിന്നെടുത്ത ലക്ഷ്മണ സാന്ത്വനം എന്നുള്ള കവിതയാണ് പഠിക്കുന്നത്. അപ്പോൾ അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതിൻ്റെ ബാക്കി വരികളിലേക്ക് നമുക്ക് വരാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു? രാഗമോടെ കടാക്ഷിച്ചു കുതൂഹലാൽ കോമളനായ കുമാരൻ മനോഹരൻ എന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി അതിൻ്റെ തുടർച്ചയാണ്. ശ്യാമള രമ്യ കളേഭരൻ രാഘവൻ കാമദേവോപമൻ കാമദൻ സുന്ദരൻ രാമൻ തിരുവടി നാനാ ജഗത് അഭി രാമനാ ആത്മ രാമൻ അംബുജ ലോചനൻ കാമാരി സേവിതൻ നാനാ ജഗന്മയൻ താതാലയം പ്രതി പോകുന്ന നേരത്ത് സാദം കലർന്നോരു പൗരജനങ്ങളും പാദചാരേണ നടക്കുന്നതു കണ്ടു. ഖേദം കലർന്നു പരസ്പരം ചൊല്ലിനാർ. കഷ്ടമാഹന്ത കഷ്ടം പശ്യ പശ്യ ഹാ കഷ്ടമെന്തിങ്ങനെ വന്നത് ദൈവമേ. സോദരനോടും പ്രണയിനി തന്നോടും പാദചാരേണ സഹായവും കൂടാതെ. അപ്പോൾ ഇത്രയാണ് അടുത്ത ഭാഗത്ത് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്? പിതാവിനെ വണങ്ങാൻ വേണ്ടിയിട്ട് വന്നു നിന്ന സമയത്ത് സ്നേഹപൂർവ്വം പൗരജനങ്ങളെയൊക്കെ നോക്കി നിൽക്കുന്ന ആ ഒരു രംഗം വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി എങ്ങനെയാണ് സുന്ദരനും കുമാരനും അതുപോലെ നീല നിറം കൊണ്ട് മനോഹരമായ ശരീരത്തോടു കൂടിയവനും അതുപോലെ കാമദേവന് തുല്യം അഭീഷ്ടങ്ങളെല്ലാം നൽകുന്നവനുമായ ശ്രീരാമൻ എങ്ങനെയാണ് പിതൃഗൃഹത്തിലേക്ക് നടന്നു പോകുന്നത് കണ്ട് ദുഃഖത്തോടുകൂടി പൗരന്മാർ പരസ്പരം ഇങ്ങനെ പറഞ്ഞു. എന്താണ്? രാമൻ പോകുന്ന ആ കാഴ്ച കണ്ടുകൊണ്ട് ആളുകൾ പറയുകയാണ്. എന്താ പറഞ്ഞത്? എന്താണ്? സങ്കടമാണ് അല്ലേ, ദുഃഖമാണ്. ആലയം വീടാണ്. ഇവിടെ കാമാരി സേവിതൻ എന്നൊക്കെ പറയുന്നത് ഇവിടെ ശിവനെയാണ് ഉദ്ദേശിക്കുന്നത്. കാമാരി പരമശിവനെയാണ്. അപ്പോൾ സാദം ക്ഷീണം കലർന്ന പൗരജനങ്ങളൊക്കെ എങ്ങനെയാണ് കാൽനടയായിട്ട് പോകുന്നത് കണ്ട സമയത്താണ് ജനങ്ങൾ പറയാൻ തുടങ്ങിയത്. എങ്ങനെ പറഞ്ഞത്? ഖേദം കലർന്നു പരസ്പരം ചൊല്ലിനാർ. ദുഃഖത്തോടു കൂടിയിട്ടാണ് അവർ പരസ്പരം പറയുന്നത്. എന്താണ്? കഷ്ടം, അന്ത കഷ്ടം, എന്തൊരു കഷ്ടമാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ? കണ്ടാലും അതാണ് പശ്യ എന്ന് പറയുന്നത്. കണ്ടാലും എന്തൊരു കഷ്ടമാണ് ഈ കാണുന്നത്. കഷ്ടം എന്തിങ്ങനെ വന്നത് ദൈവമേ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു ചേർന്നതെന്ന് അവർ പറയുകയാണ്. ഇനി ആരോടുകൂടിയാണ്? സഹോദരൻ ലക്ഷ്മണൻ കൂടെയുണ്ട്. അപ്പോൾ ലക്ഷ്മണനോടും തൻ്റെ പ്രണയിനി അല്ലേ സീതയോടും എങ്ങനെയാണ് കാൽനടയായി മറ്റൊരു സഹായവും കൂടാതെ പോകുന്ന ആ ഒരു കാഴ്ച കണ്ടാണ് ഈ പൗരന്മാർ ദുഃഖത്തോടു കൂടി ഇങ്ങനെ പറയുന്നത്. സാധാരണ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാറുണ്ട് ഈ ഒരു വരി. കഷ്ടമാ ഹന്ത കഷ്ടം പശ്യ ഹാ കഷ്ടം എന്തിങ്ങനെ വന്നതോ ദൈവമേ എന്ന് പറയാറുണ്ട്. അപ്പോൾ സന്ദർഭം ഏത്, ആശയം വിശദീകരിക്കുക എന്ന് പറഞ്ഞിട്ട് എക്സാമിന് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ആ ഒരു സന്ദർഭം, എങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്? അപ്പോൾ ശ്രീരാമൻ ഗൃഹത്തിലേക്ക് നടന്നു പോകുന്ന, അതെങ്ങനെയാണ് കാൽനടയായിട്ട് പോകുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് ആ പൗരജനങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ പറയുന്നത്. കഷ്ടം നോക്കൂ ദൈവമേ, എന്താണ് ഇങ്ങനെ സംഭവിച്ചത്? സഹോദരനും ഭാര്യയും ഒന്നിച്ച് അല്ലേ പോകുന്ന ആ ഒരു കാഴ്ച. ഇനി ആ പോകുന്ന കാഴ്ചയിൽ എന്തൊക്കെയാണ് അവർ നേരിടേണ്ടി വരുന്നത് എന്നുള്ളത് കൂടെ നമുക്ക് നോക്കാം. പിന്നെ ഇതിലെങ്ങനെയാണ്? ശർക്കര കണ്ടക നിമ്നോന്നത യുധ ദുർഘടമായുള്ള ദുർഗമാർഗങ്ങളിൽ രക്തപക്മത്തിന് കാഠിന്യമേകുന്ന മുഗ്ധ മൃദുതര സ്നിഗ്ധ പാദങ്ങളാൽ നിത്യം വനാന്തേ നടക്കെന്നു കൽപ്പിച്ച പൃഥ്വീശ്ച ചിത്തം കഠോരമെത്രേ തുലോം പുത്രവാത്സല്യം ദശരഥൻ തന്നോളം മർത്യരിൽ ആർക്കുമില്ലിന്നലെ ഒളവും ഇന്നിത് തോന്നുവാൻ എന്തൊരു കാരണം എന്നതു കേട്ടുടൻ ചൊല്ലിനാൻ അന്യനും. അപ്പോൾ
എന്താണ് അടുത്ത പോകുന്ന ആ ഒരു രംഗം? ശർക്കര കണ്ടകം എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടാണ് അവർ പോകുന്നത്. ആ പോകുന്ന വഴി എങ്ങനെയാണ്? ആ വഴിയെയാണ് ദുർഘടമായ എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഏത് ഉപയോഗിക്കുന്നത്? ശർക്കര കണ്ഠക എന്ന് പറയുന്നത്. ദുർഘടമായ വഴിയിൽ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? അവിടെ ചരൽ, കല്ല്, മുള്ള്, അല്ലേ, ഉയർച്ച, താഴ്ച, ഇവയൊക്കെ ഉള്ളതുമായിട്ടുള്ള ഏറ്റവും ദുർഘടവുമായിട്ടുള്ള വഴിയിലൂടെയാണ് പോകുന്നത്. അതാണ് ശർക്കര കണ്ഠക നിമ്നോന്നതം. നിമ്നം ഉയർച്ചയും താഴ്ചയൊക്കെയാണ്. ദുർഘടമായുള്ള ഏറ്റവും പ്രയാസമേറിയ ദുർഗമാർഗങ്ങളിൽ, ഏറ്റവും മോശപ്പെട്ട വഴികളിൽ എന്ന് പോകുന്ന ആ ഒരു സമയത്തെ, അല്ലേ? അപ്പോൾ ആ പോകുന്ന രംഗം ഏറ്റവും കാട്ടുവഴിയിലൂടെ. ഇനി എന്താണ് പറയുന്നത്? രക്തപത്മത്തിന്, പത്മം താമരയാണ്. അപ്പോൾ ചെന്താമരയ്ക്ക് തുല്യമായ എന്താ ഊന്നുന്നത്? പാദങ്ങൾ ഊന്നിയിട്ടാണ്. അപ്പോൾ രത്നപത്മത്തിന് കാഠിന്യം ഏകുന്ന മുഗ്ധ മൃദുത്തര സ്നിഗ്ധപാദങ്ങളാൽ. ഇവിടെ ചെന്താമരയ്ക്ക് തുല്യമായിട്ടുള്ള ആ മൃദുലമായ കാൽപാദങ്ങൾ ഊന്നി നിത്യവും നടക്കാൻ കൽപ്പിച്ച പോലെ ആണ്, അല്ലേ? നിത്യം വനാന്തേ നടക്കെന്ന് കൽപ്പിച്ച, നിത്യവും അങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് കൽപ്പിച്ച ആ പൃഥ്വീശ്ച ചിത്തം കഠോരമെത്രേ തുലം, അങ്ങനെ കൽപ്പിച്ചിട്ടുള്ള ആ ഒരു പിതാവിൻ്റെ മനസ്സ് എത്രത്തോളം കഠിനമാണ് എന്നാണ് പൗരജനങ്ങൾ പറയുന്നത്. ഇന്നലെയോളം എന്താണ്? പുത്രവാത്സല്യത്തെക്കുറിച്ച് ദശരഥനെ മറച്ചു വയ്ക്കാൻ മറ്റൊരാളും ഉണ്ടായിരുന്നില്ല എന്നാണ്. അത്രത്തോളം പുത്രവാത്സല്യം ഉണ്ടായിരുന്നൊരു പിതാവാണ് ദശരഥ മഹാരാജാവ്. എന്നിട്ടും ഇന്നെന്താണ് ഇങ്ങനെ വന്നു ചേർന്നത് എന്ന് അവർ പരസ്പരം പറയുകയാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഭാഗത്ത് പറയുന്നത്. ഇങ്ങനെയാണ്, അല്ലേ? ഭാര്യം ഒന്നിച്ച് കല്ലും മുള്ളും കുണ്ടും കുഴിയൊക്കെ നിറഞ്ഞ ഏറ്റവും ദുർഘടമായ കാട്ടുവഴിയിലൂടെ ചെന്താമരയ്ക്ക് തുല്യമായ പാദങ്ങളൂന്നി നിത്യവും നടക്കാൻ കൽപ്പിച്ച രാജാവിൻ്റെ മനസ്സ് വളരെയധികം കഠിനം തന്നെയാണ്. അപ്പോൾ ദശരഥനുള്ളതുപോലെ പുത്രവാത്സല്യം ഇന്നലെ വരെ മറ്റാർക്കും ഇല്ലായിരുന്നു. ഇന്ന് അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നാൻ എന്താണ് കാരണം എന്നവർ പരസ്പരം പറയുകയാണ്. ഇനി അടുത്ത ഭാഗം നോക്കാം. അപ്പോൾ കേകേയപുത്രിക്ക് 2 വരം നൃപനേകിനാൽ പോലതു കാരണം രാഘവൻ പോകുന്നിതു വനത്തിനു ഭരതനും വാഴുന്ന വന്നുകൂടും ധരാമണ്ഡലം പോകനാമെങ്കിൽ വനത്തിനു കൂടവേ രാഘവൻ തന്നെ പിരിഞ്ഞാൽ പൊറുക്കുമോ? ഇനി എന്താണ് കാരണം എന്താണെന്ന് പറയുന്നത്? അപ്പോൾ രാജാവ്, അല്ലേ, ദശരഥ മഹാരാജാവ് എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിക്കുന്ന സമയത്ത് അത് കേട്ട മറ്റൊരു ആൾ പറയുകയാണ്, ദശരഥ മഹാരാജാവ് കൈകേയിക്ക് 2 വരം കൊടുത്തിരുന്നു. അപ്പോൾ അതിനാൽ ശ്രീരാമൻ വനത്തിലേക്ക് പോകുന്നു. ഒരിക്കൽ ദശരഥ മഹാരാജാവ് ഒരു ആപത്ഘട്ടത്തിൽ നിന്ന സമയത്ത് അദ്ദേഹത്തെ സഹായിച്ചത് കൈകേയി ആയിരുന്നു. അപ്പം അന്ന് അദ്ദേഹം പറഞ്ഞതാണ്, ഞാൻ നിനക്ക് 2 വരം നൽകുന്നു എന്ന്. അപ്പം അത് നിനക്ക് ഏത് സമയത്ത് വേണമെങ്കിലും അത് ചോദിക്കാമെന്നും അന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് മറ്റൊരു മാർഗത്തിലൂടെയാണ് കൈകേയി അത് നേടിയെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ രാമൻ എന്താണ് വനത്തിലേക്ക് പോകേണ്ടി വന്നത് എന്ന് മറ്റൊരാൾ പറയുകയാണ്. അപ്പോൾ രാമനാണ് നാട് ഭരിക്കേണ്ടത്. പക്ഷേ ഇവിടെ അപ്പോൾ രാമനും കാട്ടിലേക്ക് പോകുന്ന വനവാസത്തിന് പോവേണ്ടി വന്നു കഴിഞ്ഞാൽ ഭരതൻ നാട് ഭരിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ നമുക്ക് കൂടെ വനത്തിലേക്ക് പോകാം. ശ്രീരാമനെ പിരിയുന്നത് നാം എങ്ങനെ സഹിക്കും? ഇപ്പം രാമൻ കാട്ടിലേക്ക് പോവുകയാണെങ്കിൽ, വനത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കും കൂടി വനത്തിലേക്ക് പോവാം. എങ്ങനെയാണ് രാമനെ പിരിയുക, അതെങ്ങനെയാണ് നമ്മൾ സഹിക്കുക എന്ന് മറ്റുള്ളവർ പറയുകയാണ്. അപ്പം ഇങ്ങനെയുള്ള പൊതുജന സംസാരത്തോടെയാണ് ഈ ഒരു ഭാഗം അവസാനിക്കുന്നതും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പൃഥ്വീശ്ച ചിത്തെന്ന് പറയുന്നത് രാജാവിൻ്റെ മനസ്സ്, അതിനെയാണ് പൃഥ്വീശ്ച ചിത്തെന്ന് പറയുന്നത്. ഇനി മുഗ്ധ മൃദുര സന്നിഗ്ധ പാദങ്ങൾ എന്ന് പറയുന്നത് മനോഹരവും മൃദുലവുമായ പാദങ്ങൾ എന്നാണ് അർത്ഥം. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ആ ഒരു കൈകേയി നിമിത്തമാണ് രാമൻ വനവാസത്തിന് പോവേണ്ടി വന്നത്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ലക്ഷ്മണൻ തൻ്റെ അമ്മയായ സുമിത്രയെ കണ്ടുകൊണ്ട് യാത്രാനുമതി വാങ്ങി അങ്ങനെ സ്നേഹത്തോടെ
സുമിത്ര മകനെ ഉപദേശിച്ചൊക്കെയാണ് അവർ യാത്രയാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ രാമായണത്തിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠവും പ്രസിദ്ധവുമായി അടങ്ങിയിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ് ഏത്, ഇവിടെ പറയുന്ന അഗ്രജൻ അല്ലേ. അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും അഗ്രേ നടന്നുകൊള്ളേണം പിരിയാതെ, രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ആമോദമോടോ നിരൂപിച്ചു കൊള്ളണം. എന്നെ ജനകാത്മകജെന്നോ ഉറച്ചുകൊൾ, പിന്നെ അയോധ്യയെ അടവിയെ എങ്ങനെയാണ് അയോധ്യയെന്നോർത്തിയിടണം. മായാവിഹീനം ഈ വണ്ണമുറപ്പിച്ചു പോയാലുമെങ്കിൽ സുഖമായി വരികതേ. ഈ ഒരു ഭാഗമാണ് അല്ലേ അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അല്ലേ, ഇപ്പോൾ രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭമായതുകൊണ്ട് തന്നെയാണ് ഇവിടെ എഴുത്തച്ഛന് അതിനെ മറ്റൊരു രീതിയിലേക്ക് ഇവിടെ പുനരാവിഷ്കരിക്കുകയാണ് ചെയ്തതെന്ന് നമ്മൾ പറയുകയും ചെയ്തു. അപ്പോൾ രാമായണത്തിലെ ഒരു പ്രധാനപ്പെട്ട സന്ദർഭം ആയതുകൊണ്ട് തന്നെയാണ് ആയിരിക്കാം വളരെ പ്രാധാന്യത്തോടു കൂടിയിട്ടാണ് എഴുത്തച്ഛന് ഈ ഭാഗം കൈകാര്യം ചെയ്തിരിക്കുന്നതെന്നും നമുക്ക് കാണാം. അപ്പോൾ രാമായണത്തിൻ്റെ മൂലത്തിൽ നിന്ന്, ഒറിജിനൽ ടെക്സ്റ്റിൽ നിന്ന് 4 വരികളുള്ള ശ്ലോകത്തെ എഴുത്തച്ഛൻ എന്ത് ചെയ്തു, 8 വരികളിലായിട്ട് അത് വിപുലപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പോൾ ജ്യേഷ്ഠനെയും ജ്യേഷ്ഠ ഭാര്യയെയും പരിചരിക്കുകയും അതുപോലെ അവർക്ക് കാവലായിരിക്കുകയുമായിരുന്നു ലക്ഷ്മണൻ്റെ ദൗത്യം. അതുകൊണ്ട് തന്നെ എന്താണ്, അക്കാര്യത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് എഴുത്തച്ഛൻ ഇവിടെ വിവർത്തനം നിർവഹിച്ചിട്ടുള്ളത്. അപ്പോൾ ഏത് ഭാഗമാണെങ്കിലും ശരി, ഇത്തരത്തിൽ വളരെ ഔചിത്യപൂർണമായ വിവർത്തനമാണ് എഴുത്തച്ഛൻ്റെ സവിശേഷത. അപ്പോൾ ആവശ്യാനുസരണം ചില ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തും ആവശ്യമില്ലാത്തവയെ എന്താ ചെയ്യുന്നത്, ഒഴിവാക്കിയും വളരെ സാരസമ്പൂർണവും സ്വതന്ത്രവുമായ ഒരു വിവർത്തന രീതിയാണ് എഴുത്തച്ഛൻ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ രാമായണം. അപ്പോൾ മഹാഭാരതം കിളിപ്പാട്ടുകൾ വിവർത്തനമായല്ല, തികച്ചും സ്വതന്ത്രമായ മൗലിക കൃതികളായി തന്നെയാണ് എഴുത്തച്ഛൻ കൃതികൾ മലയാള സാഹിത്യത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള ആ കവിതാ ഭാഗങ്ങളിൽ പറയുന്നത്. എന്തായാലും രാമനും സീതയും ലക്ഷ്മണനും കൂടി വനത്തിലേക്ക് പോകുന്ന ആ ഒരു സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ സുമിത്ര മകന് ഉപദേശം നൽകുന്നതൊക്കെയാണ് നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക.